ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ചിത്രത്തിൽ കാണുന്നതാണ് കൊമാഡോ ഡ്രാഗൺ. മധ്യ ഇന്തോനേഷ്യയിലെ കൊമാഡോ, റിൻക, ഫ്രാൻസ്, ഗിലി മുതലായ ദ്വീപുകളിൽ കണ്ടുവരുന്നതും ഒരു പ്രത്യേക വംശത്തിൽപ്പെടുന്നതുമായ പല്ലികളാണ് കൊമാഡോ ഡ്രാഗണുകൾ. ഉരഗങ്ങളായ വരനിഡേയി കുടുംബത്തിൽപ്പെടുന്ന ഇവയാണ് ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ പല്ലികൾ. ഇവയ്ക്ക് 2 മുതൽ 3 മീറ്റർ വരെ നീളവും വയ്ക്കുന്നതും 70 കിലോഗ്രാം വരെ ഭാരവും വരാറുണ്ട്. അധിവാസ ദ്വീപുകളിൽ എതിരാളികളൊന്നുമില്ലാതായതും പരിണാമത്തിലുണ്ടായ അസാധാരണമായ മന്ദതയുമാണ് ഈ ജീവികൾക്ക് അസാധാരണമായ വലിപ്പം കിട്ടാൻ കാരണമായതെന്ന് കരുതപ്പെടുന്നു. ദ്വീപുകളിലെ വലിപ്പം കൂടിയ ജീവിയായതുകൊണ്ട് ഇവിടുത്തെ ഭക്ഷ്യശൃംഖലയിലെയും ജൈവവ്യവസ്ഥയുടെയും അവസാന കണ്ണിയാണ് ഈ പല്ലികൾ. മറ്റു ജീവികളുടെ ശവശരീരങ്ങളാണ് പ്രധാന ഭക്ഷണമെങ്കിലും ഇരകളാക്കാവുന്ന എന്തിനേയും വേട്ടയാടി പിടിച്ച് ഇവ ഭക്ഷിക്കാറുണ്ട്. മെയ് മുതൽ ഓഗസ്റ്റ് വരെയാണ് ഇണചേരൽ കാലം. സെപ്റ്റംബറോടുകൂടി മുട്ടകളിടുന്നു. മെഗാപോഡ് എന്ന പക്ഷികൾ ഉപേക്ഷിക്കുന്ന കൂടുകളിലാണ് കൊമാഡോ ഡ്രാഗണുകൾ മുട്ടയിടുന്നത്. 7-8 മാസം അടയിരുന്നതിനു ശേഷം മുട്ടകൾ ഏപ്രിൽ മാസത്തിൽ വിരിയുന്നു. കൊച്ചു കൊമാഡോകളെ മുതിർന്നവ തന്നെ തിന്നാനിടയുള്ളതിനാൽ അവ മരങ്ങളിലും മറ്റും ഒളിച്ചാണ് പാർക്കുക. 50 കൊല്ലം വരെ ജീവിച്ചിരിക്കാറുള്ള കൊമാഡോ ഡ്രാഗണുകൾക്ക് ബീജസംയോജനം കൂടാതെ മുട്ടയിടാനുള്ള കഴിവുമുണ്ട്. 1910 മാത്രമാണ് ഈ ഉരഗങ്ങൾ പടിഞ്ഞാറൻ ശാസ്ത്രലോകത്തിൻ്റെ കണ്ണിൽപ്പെടുന്നത്. പ്രാദേശിക പരിസ്ഥിതിയിൽ മനുഷ്യരുടെ ഇടപെടലിൻ്റെ ഫലമായി വംശനാശത്തിൻ്റെ വക്കിലെത്തിയവയെ IUCN പെട്ടെന്നു തന്നെ നാശോന്മുഖമായ ജീവികളുടെ പട്ടികയിൽ പെടുത്തുകയുണ്ടായി. ഇന്തോനേഷ്യയിൽ ഇവ നിയമത്താൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി കൊമാഡോ ദേശീയോദ്യാനം എന്നൊരു ദേശീയോദ്യാനം തന്നെ അവിടെയുണ്ട്. ശാസ്ത്ര സാഹിത്യത്തിൽ കൊമാഡോ ഡ്രാഗണുകളെ പലപ്പോഴും കൊമാഡോ മോണിറ്റർ അല്ലെങ്കിൽ കൊമാഡോ ഐലൻഡ് മോണിറ്റർ എന്നൊക്കെ വിളിക്കാറുണ്ട്. പ്രാദേശികമായും ഇവയെ ഓറ എന്നോ ബുവാജ ദുറാത്ത് കരമുതല എന്നോ ബിയാവക് രാക്ഷസ ഭീമൻ രാക്ഷസൻ എന്നൊക്കെ വിളിക്കുന്നു. ശാസ്ത്രീയ വർഗീകരണം: കിങ്ഡം അനിമേലിയ, ഫൈലം ചോർഡേറ്റ, ക്ലാസ് റെപ്റ്റീലിയ, ഓർഡർ സ്കോമാറ്റ, സബ് ഓർഡർ സ്ക്ലെറോഗ്ലോസ, ഫാമിലി വരാനിഡിയ, ജീനസ് വരാനസ്, സ്പീഷ്യസ് വി കൊമോഡോനെൻസിസ്. ഇതിനോടൊപ്പം ബൈനോമിയൽ നെയിം വരാനസ് കൊമോഡോനെൻസിസ്.